Hi friends, it's me Sanuf. China biologically modify ചെയ്തിട്ടുള്ള സൂപ്പർ സോൾജേഴ്സിനെ നിർമ്മിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചൈന ഈ ഒരു ബയോളജിക്കലി മോഡിഫൈഡ് സൂപ്പർ സോൾജേഴ്സിനെ നിർമ്മിക്കുന്നുണ്ടോ, അതിനുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്, ഇത് കൂടാതെ ലോകത്ത് ഈ സോൾജേഴ്സിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നടത്തിയ ശ്രമങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യ സൂപ്പർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോൾജേഴ്സിനെ നിർമ്മിക്കുന്നു പറയുന്നുണ്ട്, ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്, ഇങ്ങനെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. കുറെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. CRISPR എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. CRISPR എന്നാണ് ഇതിന്റെ സ്പെല്ലിങ്. ഇതെന്താ ചോദിക്കുകയാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് DNA എഡിറ്റിംഗ് ആണ്. നമ്മൾ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ആ ഫോട്ടോസിനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. ആ ഫോട്ടോയിൽ ആരെങ്കിലും സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പോലും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള DNA ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ആ ഒരു വ്യക്തിയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു CRISPR DNA എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി 2018 ചൈനയിൽ തന്നെയുള്ള ഒരു സയന്റിസ്റ്റ് വിജയകരമായിട്ട് പരീക്ഷിച്ചിരുന്നു പറഞ്ഞിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം നടത്തിയ പരീക്ഷണം എന്താ ചോദിക്കുകയാണെങ്കിൽ 2 ഭ്രൂണങ്ങളുടെ മേലെയായിരുന്നു ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. ഈ ഒരു ടെസ്റ്റ് നടത്തിയത് ഇല്ലീഗൽ ആയിട്ടായിരുന്നു. അതായത് ഇതിനെപ്പറ്റി അവിടുത്തെ ഗവൺമെന്റിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡോക്ടർ ഇതിനെപ്പറ്റി പറയുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു, ഇതിലൂടെ HIV പോലും നമ്മുടെ ലോകത്ത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്നും HIV-യെ പ്രതിരോധിക്കാനുള്ള ശക്തി ഞാൻ ടെസ്റ്റ് നടത്തിയ ഈ ഒരു ഭ്രൂണങ്ങളിലൂടെ പിന്നീട് ജനിച്ച കുട്ടികൾക്ക് സാധിക്കുമെന്നാണ് ക്ലെയിം ചെയ്തത്. ഈ 2 ഭ്രൂണങ്ങളും ട്വിൻസ് ആയിരുന്നു. അവർക്കൊരു പേരൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡോക്ടർ ആ പേരൊക്കെ നൽകിയിട്ട് അന്ന് ഈ ഒരു കോൺഫറൻസിൽ സംസാരിച്ചതിന് ശേഷം ഇന്റർനാഷണലി വളരെയധികം ചർച്ചാ വിഷയമായി. കാരണം നമ്മുടെ ശരീരത്തിലുള്ള DNA-യെ മോഡിഫൈ ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയെ വീണ്ടും മാറ്റിയെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുമെന്നാണ് ആ ഒരു ഡോക്ടർ തെളിയിച്ചത്. ഇത് കുറെ ആൾക്കാർ ഇത് തെളിയിച്ച് തെറ്റാണെന്നും ഇതിന് യാതൊരുവിധ പ്രൂഫും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നെങ്കിലും ഇപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ ഈ ഡോക്ടർ നടത്തിയ പരീക്ഷണം വിജയകരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ചൈന ഈ ഒരു ഡോക്ടറെ 3 വർഷം തടവിന് വിധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ കുറേയധികം പിഴയും ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ആ തടവിന് വിധിച്ചതിന്റെ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ ഇല്ലീഗലായിട്ട് ഒരു പരീക്ഷണം നടത്തി എന്നത് തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഒരു മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് ഇന്നത്തെ ശാസ്ത്ര ലോകത്തിന് പറ്റുമെന്നാണ് പല സയന്റിസ്റ്റുകളും ക്ലെയിം ചെയ്യുന്നത്. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇതിന് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. ഈവൻ കൊറോണ വൈറസ് പോലും ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വരാതിരിക്കാനായിട്ട് ഈ ഒരു DNA മോഡിഫൈ ചെയ്യുന്നതിലൂടെ സാധിക്കും. HIV ഉണ്ടാകില്ല. ഇത് കൂടാതെ ക്യാൻസറിനെ പോലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു DNA എഡിറ്റ് ചെയ്തിട്ട് വരാതിരിക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് ക്യാൻസർ വരുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവർക്ക് പോലും ഈ ഒരു ക്യാൻസർ എന്നറിയപ്പെടുന്ന രോഗം വരാതിരിക്കാനായിട്ടും ഈ ഒരു DNA എഡിറ്റിംഗിലൂടെ സാധിക്കുമെന്നും ഇത് കൂടാതെ സൂപ്പർ പവേഴ്സ് ഒരു മനുഷ്യന് നൽകാനായിട്ടും ഈ ഒരു DNA എഡിറ്റിംഗിലൂടെ സാധിക്കും. ഈ സൂപ്പർ പവർ എന്താ ചോദിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഉറക്കമേ ഉണ്ടാകില്ല. അതായത് ആ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂറും ഉറക്കമില്ലാതിരിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ അവരുടെ കേൾവി ശക്തിയും കാഴ്ചശക്തിയും 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കാൻ സാധിക്കും. നമ്മൾ പൊതുവെ നമ്മളെ കണ്ണിൽ കാണാൻ പറ്റുന്ന കളറുകളുടെ എണ്ണം കുറവാണ്. പക്ഷികൾക്കും അതുപോലെ വേറെ മൃഗങ്ങൾക്കൊക്കെ കൂടുതൽ നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് പറഞ്ഞിട്ട് ബയോളജി പഠിക്കുമ്പോൾ ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിനെ കംപ്ലീറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കൂടുതൽ നിറങ്ങളെ കാണാൻ പറ്റും. ഇത് കൂടാതെ നൈറ്റ് വിഷൻ പോലും സ്വന്തമാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. കേൾവി ശക്തി എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ അപ്പുറത്ത് നിന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ വിസ്പർ ചെയ്യുകയാണെങ്കിൽ പോലും അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. സോ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഒരു DNA എഡിറ്റിംഗിലൂടെ നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പല മിലിറ്ററി സയന്റിസ്റ്റുകൾ അതിന്റെ പിന്നിൽ പരീക്ഷണം നടത്തുന്നുണ്ട്.
ഈ ഒരു സൂപ്പർ സോൾജേഴ്സ് എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റ് ഇപ്പോഴൊന്നുമല്ല ഡെവലപ്പ് ചെയ്തത്. ഈവൻ വേൾഡ് വാർ 1 സമയത്ത് തന്നെ ഇതിനെപ്പറ്റി പല സയന്റിസ്റ്റുകളും ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് മൂവിയെ കാണുമ്പോൾ ഈ ഒരു ജർമ്മനിക്ക് വേണ്ടിയിട്ട് ഒരു സയൻസ് വിഭാഗം ഉണ്ടാവും. അതിന്റെ ഹെഡായിട്ടുള്ള ആള് പുതിയ കുറെ അധികം പരീക്ഷണം നടത്തുന്നുണ്ടാവും, കുറെ ആൾക്കാരുടെ മേലെ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ കണ്ടിരിക്കും. ഇതൊക്കെ റിയാലിറ്റിയിൽ നടന്ന കാര്യങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്. രണ്ടാം ലോകമായുധ സമയത്ത് പല രാജ്യങ്ങളുടെയും സോൾജേഴ്സിന് ഈ ഒരു സൂപ്പർ സോൾജേഴ്സ് അബിലിറ്റി ലഭിക്കാനായിട്ട് പലതരത്തില് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ അവരുടെ സോൾജേഴ്സിന് കംപ്ലീറ്റ് ആയിട്ടും വോഡ്ക നൽകുമായിരുന്നു. ഇതൊരു മദ്യമാണ്. ഇത് നൽകിയതിനു ശേഷം അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിന് ഒരു ഉത്തേജനം നൽകുന്ന പോലെ, ഇത് കൂടാതെ അവർക്ക് ഉറക്കം ഇല്ലാതാക്കാനായിട്ടും ഇതിലൂടെ സാധിക്കുമെന്നൊക്കെയായിരുന്നു സോവിയറ്റ് യൂണിയൻ വിചാരിച്ചിരുന്നത്. അതേസമയത്ത് ജർമ്മനി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവരുടെ സോൾജേഴ്സിന് മെത്ത് എന്നറിയപ്പെടുന്ന ക്രിസ്റ്റൽ മെത്ത്, ഇതൊരു ഡ്രഗ് ആണ്, ഇത് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് നൽകിയതിനു ശേഷം അവരുടെ സോൾജേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ മൈൻഡും അവരുടെ കണ്ണും അതുപോലെ അവരുടെ കേൾവി ശക്തിയും എല്ലാം ഇൻക്രീസ് ചെയ്തായിട്ടും ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മൃഗത്തെ പോലെ അവനോട് ബിഹേവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെയാണ് പല ചരിത്രകാരന്മാരും വിലയിരുത്തുന്നത്. അതേസമയത്ത് ബ്രിട്ടനെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടനും ഇതേപോലെ തന്നെ ഒരു കാര്യം അവരുടെ സോൾജേഴ്സിന് മേലെ നടത്തിയിരുന്നു. അതായത് അവരുടെ സോൾജേഴ്സിനെ മുഴുവൻ സമയം ഉണർത്തിയിരിക്കുന്ന പോലെയുള്ള മരുന്നുകൾ നൽകിയിട്ടുണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ പോലും അതിനെപ്പറ്റി ഒരു വലിയൊരു ചർച്ചാ വിഷയം നടക്കുന്നുണ്ട്. ഈവൻ അവരുടെ ഡ്രഗ്സ് കൺട്രോളർ അതുപോലെ തന്നെ അവരുടെ ഡിഫൻസ് മിനിസ്റ്ററി ഇതെല്ലാം തന്നെ ഈ ഒരു ഡ്രഗ്സ് രണ്ടാം ലോകമായുധ കാലഘട്ടത്ത് അവരുടെ സോൾജേഴ്സിന് നൽകിയിട്ടുണ്ട് പറഞ്ഞിട്ട് കൺഫേം ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സൂപ്പർ സോൾജേഴ്സ് എന്നറിയപ്പെടുന്ന ആ ഒരു കോൺസെപ്റ്റ് പല കാര്യങ്ങളായിട്ടും ബിൽഡ് ചെയ്യാനായിട്ട് പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ആയിരിക്കാം ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഈവൻ നമ്മുടെ ഇന്ത്യ അടക്കം ഈ ഒരു സൂപ്പർ സോൾജേഴ്സ് എബിലിറ്റി ഒരു ടെക്നോളജിക്കലി നൽകാനായിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അമേരിക്ക എക്സോസ്കെൽട്ടൺ എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൺമാൻ സൂട്ട് പോലെയാണ്. അതായത് നമ്മുടെ ശരീരത്തിന് പുറത്ത് വേറൊരു എല്ല് പോലെ ഉണ്ടാവും. ഇതൊരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചൊരു കവചമായിരിക്കും. ഇത് ധരിക്കുന്നത് മൂലം ആ ഒരു സോൾജിയറിന് ഒരു സൂപ്പർ ഹ്യൂമൻ കപ്പാസിറ്റി ലഭിക്കും. അതായത് എന്തെങ്കിലും ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ അതിൽ യാതൊരുവിധ കേടുപാടും സംഭവിക്കില്ല, ഫാസ്റ്റ് ആയിട്ട് ഓടാൻ സാധിക്കും. അങ്ങനെ കുറെ അധികം അബിലിറ്റി ഇവർക്ക് നേടാൻ സാധിക്കും. ഇതിനായിട്ട് ഒരു സോൾജിയറിന് $5 മില്യൺ ചെലവ് വരുമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഇതിനെപ്പറ്റി റിസർച്ച് നടന്ന ഡിപ്പാർട്ട്മെന്റ് ഒരു റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നു. ഈവൻ 2019 പെന്റഗൺ പോലും സൂപ്പർ സോൾജേഴ്സ് നിർമ്മിക്കാനുള്ള ആ ഒരു ശ്രമങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചു പറഞ്ഞിട്ട് കുറെ അധികം റിപ്പോർട്ട് പുറത്തു വന്നാണ്. അതേ സമയത്ത് തന്നെയാണ് റഷ്യയും സൂപ്പർ സോൾജേഴ്സ് എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റ് അവരുടെ മിലിറ്ററിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ തുടങ്ങിയത്. ഇത് എപ്പോൾ തുടങ്ങി ചോദിക്കുകയാണെങ്കിൽ 2017 വ്ളാദിമിർ പുതിൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമായിരുന്നു, ന്യൂക്ലിയർ ബോംബുകളെക്കാളും കുറേയധികം നശീകരണ ശക്തി കൂടുതലായിട്ട് ഈ ഒരു സൂപ്പർ സോൾജേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് മാറുമെന്നും അങ്ങനെ ഒരു കാര്യം ഭൂമിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയൊരു നാശത്തിലേക്ക് എത്തുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത് മാത്രമല്ല വ്ളാദിമിർ പുതിൻ 2018 തന്നെ ഏകദേശം $2 ബില്യൺ വലിയൊരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് റഷ്യയുടെ റോസ്നെഫ്റ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു ഓർഗനൈസേഷനും അതുപോലെ ഈ DNA പറ്റി റിസർച്ച് നടത്തുന്ന സയന്റിസ്റ്റുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരുന്നു നടത്താനായിട്ട് തീരുമാനിച്ചത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ DNA എഡിറ്റിംഗ് നടത്തിയിട്ട് സൂപ്പർ സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു റിസർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ റിസർച്ചിൽ ഒരു വ്യക്തിയും കൂടെ അംഗമായിരുന്നു. അതാരാ ചോദിക്കുകയാണെങ്കിൽ വ്ളാദിമിർ പുതിന്റെ മകളായ മറിയ ആയിരുന്നു. ഈ മറിയ പറയുന്നത് DNA പറ്റി റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇവര് ഒരു സയന്റിസ്റ്റ് ആണ്. ഈ DNA മോഡിഫിക്കേഷൻ അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ ഇതിനെപ്പറ്റിയെല്ലാം കുറെ അധികം പേപ്പേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതേ ഈ ഒരു മറിയ എന്നറിയപ്പെടുന്ന വ്ളാദിമിർ പുതിന്റെ മകൾ തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ഹെഡായിട്ട് നിയമിച്ചതായിട്ടും വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനെ പറ്റിയിട്ട് ബ്ലൂംബർഗിൽ 2019 വന്നൊരു കാര്യമായിരുന്നു, വ്ളാദിമിർ പുതിനായിരിക്കാം ഒരുപക്ഷെ ഒരു ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള സൂപ്പർ സോൾജേഴ്സ് നിർമ്മിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്ന ഭരണാധികാരിയായിട്ട് മാറുകയെന്ന്. അത് ഒരു വർഷത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ DRDOയും എക്സോസ്കെൽട്ടൺ എന്നറിയപ്പെടുന്ന ആ ഒരു കോൺസെപ്റ്റ് സ്വയമായിട്ട് നിർമ്മിക്കാനായിട്ട് ശ്രമങ്ങൾ തുടങ്ങിയത്. 2019 റഷ്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ എക്സോസ്കെൽട്ടൺ എന്നറിയപ്പെടുന്ന പ്രൊജക്ട് ഇന്ത്യ നടത്താൻ പോകുന്നു പറഞ്ഞിട്ട് വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. ഈവൻ DRDOയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു എക്സോസ്കെൽട്ടൺ എന്നറിയപ്പെടുന്ന പ്രൊജക്ട് DRDO നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2019 കഴിഞ്ഞു, ഇപ്പൊ 2020 കഴിയാറായി. ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ തന്നെ
തന്നെ മേ ബി എക്സോസ്കെൽട്ടൻ എന്നറിയപ്പെടുന്ന ആ ഒരു കോൺസെപ്റ്റ് DRDO വികസിപ്പിച്ചിരിക്കാമെന്നും പല വിദഗ്ധരും അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തില് സോൾജേഴ്സിന് തന്നെ മോഡിഫൈ ചെയ്തിട്ട് ഒരു വേൾഡ് വാർ 3 അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വിജയം നേടാനായിട്ട് പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ചൈന ഈ ഒരു ശ്രമം നടത്തിയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ ഒരു സയന്റിസ്റ്റ് ഓൾറെഡി ഇത് പ്രൂവ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ സയന്റിസ്റ്റിനെ ജയിലിൽ അടച്ചിട്ടുമുണ്ട്. ആ സയന്റിസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ആർക്കും ഒരു പിടുത്തവുമില്ല. മേ ബി ആ സയന്റിസ്റ്റിനെ യൂസ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു സൂപ്പർ സോൾജേഴ്സിനെ ചൈന നിർമ്മിക്കുന്നത് എന്ന് പോലും പല വിദഗ്ധരും അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. ചൈനയ്ക്ക് ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലും ഉണ്ടെന്നാണ് പല റിസർച്ച് പേപ്പേഴ്സും സൂചിപ്പിക്കുന്നത്. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ സോൾജേഴ്സ് അറിയപ്പെടുന്ന കോൺസെപ്റ്റ് യാഥാർത്ഥ്യമായിരിക്കുമോ അല്ല അത് വെറും കെട്ടുകഥകളായിരിക്കുമെന്നാണോ തോന്നുന്നത്, അതിനെപ്പറ്റിയും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.